ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഭാര്യയ്ക്കും ഇരട്ട വോട്ട്. സുഭാഷ് ഗോപിക്കും ഭാര്യ റാണിക്കും തൃശൂരിലും കൊല്ലത്തുമാണ് വോട്ടുള്ളത്. സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തൃശൂരിലെ വ്യാപക വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഓരോ വിവരങ്ങൾ പുറത്തു വരുന്നതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഭാര്യയ്ക്കും ഇരട്ട വോട്ടുണ്ട് എന്നുള്ള കണ്ടെത്തൽ കൂടി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുഭാഷ് ഗോപിക്കും ഭാര്യ റാണിക്കും തൃശൂരിലും കൊല്ലത്തും വോട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ്. ഇവർ രണ്ടിടത്തും വോട്ട് ചെയ്തോ തുടങ്ങിയ കാര്യങ്ങളിൽ കൂടി ഇനി വ്യക്തതയുണ്ടാകേണ്ടതുണ്ട്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, സുരേഷ് ഗോപിയുടെ സഹോദരനും ഇത്തരത്തിൽ തൃശൂരിലേക്ക് വോട്ട് ഉണ്ടായിരുന്നു. തൃശൂരിൽ മാത്രമല്ല കൊല്ലത്തും വോട്ടുണ്ടായിരുന്നു. ഇരട്ട വോട്ട് സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഭാര്യയ്ക്കും ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? നേരത്തെ തന്നെ ഈ സുരേഷ് ഗോപിയുടെ ബന്ധുക്കളടക്കമുള്ളവർക്ക് ഇപ്പോൾ തൃശ്ശൂരിൽ വോട്ടുണ്ട് എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. 116 നമ്പർ ബൂത്തിൽ സുരേഷ് ഗോപിയുടെ സഹോദരനായിട്ടുള്ള സുഭാഷ് ഗോപിക്ക് 1017 എന്ന ക്രമ നമ്പറിലും ഈ സുഭാഷ് ഗോപിയുടെ ഭാര്യയായിട്ടുള്ള റാണി സുഭാഷ് 1016 ക്രമ നമ്പറിലും വോട്ട് ലഭിച്ചിട്ടുള്ള വിവരം മീഡിയ തന്നെ പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെ തുടർന്ന് ഈ കൊല്ലത്ത് ഈ ബൂത്ത് ഏജന്റുമാർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി ഇറക്കിയ വോട്ടർ പട്ടികയിൽ ഇവരുടെ പേരും, അതായത് ഈ രണ്ട് പേരുടെയും പേരുകൾ ഉള്ളതായി കണ്ടെത്തിയിരിക്കുന്നത്. ഏവിപുരം മണ്ഡലത്തിലെ 84 നമ്പർ ബൂത്തിലാണ് ഇരുവർക്കും ബൂത്തുള്ളത്. ഈ വോട്ട് ഉണ്ടായിരുന്നത് വിജ്ഞാന ഭവൻ ബൂത്തിലാണ് ഇവരുടെ പേരുകളുള്ളത്. അതിൽ തന്നെ ഈ വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ 1114, 1116 ക്രമ നമ്പറുകളിലാണ് ഈ സുഭാഷ് ഗോപിയുടെയും ഒപ്പം തന്നെ ഭാര്യയായിട്ടുള്ള റാണിയുടെയും പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ സംബന്ധിച്ച്, അതായത് വോട്ട് ചെയ്തെന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ഈ കൃത്യമായി പരിശോധനകൾ നടക്കുമെങ്കിൽ പോലും ഇവർക്ക് ഈ രണ്ട് സ്ഥലത്തിലും വോട്ടുണ്ടായിരുന്നു. വോട്ടർ പട്ടികയിൽ രണ്ടുപേരുടെ പേരുണ്ടായിരുന്നു എന്ന് പറയുന്നപ്പോൾ താൽക്കാലികമായിട്ട് തൃശ്ശൂരിലേക്ക് സുരേഷ് ഗോപി മത്സരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വോട്ട് മാറ്റിയിരുന്നെങ്കിൽ പോലും അത് കൊല്ലത്തെ പട്ടികയിൽ നിന്നും മാറ്റാതെയായിരുന്നു വോട്ട് ചേർത്തതെന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പ്രധാന പരാതി. അങ്ങനെ വരുമ്പോൾ നേരത്തെ തന്നെ, അതായത് ഇരട്ട വോട്ട്, അതായത് രണ്ട് സ്ഥലങ്ങളിൽ ആളുകളുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരിക എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒരിടത്ത് വോട്ട് ചെയ്താൽ പോലും അത് ഇരട്ട വോട്ടിന്റെ ഒരു പട്ടികയിലേക്ക് വരും. അത്തരത്തിൽ നോക്കുന്ന സമയത്ത്, അതായത് സുരേഷ് ഗോപി മത്സരിക്കുന്നതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളുടെ വോട്ടെല്ലാം അവിടേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ പട്ടികയിൽ ഉൾപ്പെട്ട രണ്ടു പേർക്ക്, സഹോദരനും സഹോദരന്റെ ഭാര്യയ്ക്കും കൊല്ലം ജില്ലയിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. എന്തായാലും ഈ വ്യാജ വോട്ടർമാരുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമ്പോഴാണ് ഇരട്ട വോട്ടുകളുടെ കാര്യം കൂടി വരുന്നത്. സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഭാര്യയ്ക്കും ഇരട്ട വോട്ടുണ്ടായിരുന്നു. അവർക്ക് തൃശൂരിലും, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലും അതേസമയം കൊല്ലത്തും വോട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർ വോട്ട് ചെയ്തോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. ലിജോ റോളൻസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ലിജോ, എന്തായാലും ഈ ഇരട്ട വോട്ട് ഉള്ള കാര്യം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇവർ രണ്ടിടത്തും വോട്ടവകാശം വിനിയോഗിച്ചിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ സുരേഷ് ഗോപിയുടെ മുഴുവൻ കുടുംബാംഗങ്ങളും അവിടെ വന്നുകൊണ്ട് 11 പേരുടെ വോട്ടാണ് അധികമായി തൃശ്ശൂരിൽ താമസിച്ചുകൊണ്ട് ചേർത്തിരിക്കുന്നത്. എന്നാൽ തൃശ്ശൂരിൽ താമസിക്കുന്നതായി കാണിക്കാതെ തന്നെയാണ് എനിക്ക് തോന്നുന്നു സുഭാഷ് ഗോപി അടക്കമുള്ളവരുടെ വോട്ട് ചേർത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. ഈ വോട്ടർ പട്ടിക നോക്കുന്ന സമയത്ത് ഈ ക്രമ നമ്പർ 1114 എന്ന് പറയുന്നത് ലക്ഷ്മി നിവാസിലാണ് ഈ സുഭാഷ് ഗോപിയുടെ വോട്ടുള്ളത്. ഒപ്പം തന്നെ ഈ 1114 നമ്പറിലാണ് അയാളുടെ ഭാര്യയായിട്ടുള്ള റാണിയുടെ വോട്ടുള്ളത്. ഇവർ രണ്ടുപേരുടെയും വീടെന്ന് പറയുന്നത് ലക്ഷ്മി നിവാസ് തന്നെയാണ്. ഈ ആളുകൾ ഒന്ന് തന്നെയാണ്. കാര്യം ജ്ഞാനലക്ഷ്മി എന്ന് പറയുന്നതാണ് ഈ സുരേഷ് ഗോപിയുടെ അമ്മയുടെ പേര്. അതേ പേര് തന്നെയാണ്. ആളുകൾ തമ്മിൽ മാറിപ്പോയിട്ടൊന്നുമില്ല. കൃത്യമായിട്ട്, അതായത് സുരേഷ് ഗോപിയുടെ സഹോദരനും ഒപ്പം തന്നെ ഈ സഹോദരന്റെ ഭാര്യയ്ക്കും തന്നെയാണ് ഈ വോട്ടർ പട്ടികയിലുള്ളത്. അതായത് പരിശോധനകൾക്കൊക്കെ ശേഷമാണ്, നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി ആളുകൾക്ക് ഒരിടത്ത് തന്നെയാണ് വോട്ട്. BJP പോലൊരു സംവിധാനം കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ ചേർക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇത് മനഃപൂർവ്വം ആരെങ്കിലും ചെയ്താണോ, ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടാതെ പോയെന്നൊക്കെ ഇനി പിന്നീട് വരുന്ന കാര്യമാണ്. പക്ഷേ രണ്ടിടത്തും ഈ സുഭാഷ് ഗോപിയുടെയും ഭാര്യയായിട്ടുള്ള റാണിയുടെയും പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം. അവർ തൃശ്ശൂരിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ കൊല്ലത്ത് അത് വോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇനി വിശദമായിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇരവിപുരം നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന 84 നമ്പർ ബൂത്തിലാണ് ഇവർക്ക് വോട്ടുള്ളത്. ആ 84 നമ്പർ ബൂത്ത് എന്ന് പറയുന്നത് വിജ്ഞാന ഭവൻ ബൂത്താണ്. ആ 84 നമ്പർ ബൂത്തിൽ വരുന്ന
ക്രമ നമ്പർ, ആ വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ 1114, 1116, അതായത് 1114 എന്ന് പറയുന്നത് സുഭാഷ് ഗോപിയുടെ ഭാര്യയായിട്ടുള്ള റാണി, 1116 എന്ന് പറയുന്നത് സുഭാഷ് ഗോപി. അങ്ങനെയാണ് അവരുടെ രണ്ടുപേരുടെ ലക്ഷ്മി നിവാസിൽ താമസിക്കുന്ന ഇരുവർക്കും കൊല്ലത്തെ വോട്ടർ പട്ടികയിൽ അവിടെയാണ് പേര് കിടക്കുന്നത്.